ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലിമ്പിക്ക അച്ചാറാണ് ആക്കാൻ പോകുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അച്ചാറാണ് ചിലിമ്പിക്ക അച്ചാർ. നിങ്ങൾ ചിലിമ്പിക്ക അച്ചാർ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്നാൽ നമുക്കിത് ഫസ്റ്റ് നമുക്കൊന്ന് കഴുകിയെടുക്കാം. കമോൺ, നമുക്ക് ഈ ഒരു ചിലിമ്പിക്ക നമുക്ക് കട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കട്ട് ചെയ്യാം. നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യണം. നമ്മൾ ഈ നടുക്കിന്ന് ഇങ്ങനെ 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 കട്ട് ചെയ്യണം. ഇനി നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിടാം. ഈ ഒരു സ്പൂണിലാണ് നമുക്കിനി ഉപ്പിടേണ്ടത്. ഇനി നമുക്ക് നന്നായി ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഷേപ്സിലാണ് നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് വെച്ചാൽ നമുക്കിതിന് ഉണക്കാം, നന്നായിട്ട് ഉണക്കാം. അപ്പോൾ നമുക്ക് ഉണക്കാൻ പോകാം. കമോൺ. ഓക്കെ, നമുക്കിനി ഇതൊക്കെ ഉണങ്ങിയിട്ട് അച്ചാറാക്കുന്നത് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കിനി അടുത്ത ദിവസം കാണാം. ടാറ്റാ. ഇനി നമുക്കിതിനൊന്ന് ഇത് ചാക്കിൻ്റെ അകത്ത് വെയിലെത്തിട്ട് നമുക്ക് ഇത് ഉണക്കാം. കമോൺ. നമുക്കിതിന് നിരത്തി അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിക്കണം. എന്നിട്ട് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളി അതിൻ്റെ അകത്ത് ഇടണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ഇളക്കി കൊടുക്കണം. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അച്ചാർ പൊടി അതിൻ്റെയൊക്കെ ഇടണം. എന്നിട്ട് ഇനിയും 5 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അന്ന് ഉണക്കി നല്ല വെച്ച ചിലിമ്പി ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് അച്ചാറാണ് ആക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അച്ചാറാക്കാം. കമോൺ. അപ്പോൾ നമുക്ക് ഈ ചിലിമ്പിക്ക് നമുക്ക് ഇതിലോട്ട് ഇടാം. നമ്മൾ ഇളക്കുന്നുണ്ട്, ഇളക്കി എടുക്കുകയാണ് നമ്മൾ. അപ്പോൾ നമ്മളുടെ ചിലിമ്പിക്ക അച്ചാർ റെഡിയായി. നമുക്ക് തിന്ന് നോക്കാട്ടോ. അടിപൊളി ചിലിമ്പിക്ക അച്ചാറാണ്. ഒരിക്കലും ഈ ടേസ്റ്റ് നമ്മൾ മറക്കൂല. അത്രയ്ക്കും ടേസ്റ്റാണ്. സൂപ്പർ. ഓക്കെ, ബൈ. അപ്പോൾ നമ്മുടെ ചിലിമ്പിക്ക അച്ചാർ സക്സസ് ആയി. ഇനി നമ്മൾ ഇങ്ങനത്തെ ഒരു പുതിയ വീഡിയോയിലായിട്ട് ഞാനും ഇവളും ഒക്കെ നമ്മൾ വരും കേട്ടോ. അപ്പോൾ ബൈ ബൈ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.